ഒരു നാട്ടിൽ ഒരു ഭർത്താവും ഭാര്യയും ജീവിച്ചിരുന്നു. ഭർത്താവിന് ഭാര്യയെ വലിയ ഭയമാണ്. ഇതിന് വളരെ വലിയൊരു കാരണമുണ്ട്. ഭർത്താവ് വലിയൊരു മദ്യപാനിയാണ്. ഭാര്യയ്ക്കാണെങ്കിൽ ഈ സ്വഭാവം ഒട്ടും ഇഷ്ടമായിരുന്നില്ല. മിക്ക ദിവസം രാത്രിയിലും ഇയാൾ മദ്യപിച്ചിട്ടാണ് തിരിച്ചു വരിക. എല്ലാ ദിവസം രാവിലെയും ഇവർക്കിടയിൽ ഈ വിഷയത്തിൽ വലിയ വഴക്കുണ്ടാവും. വഴക്കിൻ്റെ അവസാനം ഇങ്ങനെയാണ്: ഭർത്താവ് ഭാര്യയ്ക്ക് വാക്കു കൊടുക്കും, ഇനി ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല. പക്ഷേ എല്ലായിടത്തും സംഭവിക്കുന്നത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. വാക്ക് കൊടുത്ത് അന്ന് രാത്രി തന്നെ ഇയാൾ മദ്യപിച്ചിട്ട് തിരിച്ചു വരും. കൊടുത്ത വാക്കെല്ലാം ഇയാൾ മറക്കും. അങ്ങനൊരു രാത്രി മണി 12 കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ച് തിരിച്ചു വരികയാണ്. വീടിന് മുന്നിലെത്തിയപ്പോഴാണ് ഇയാൾക്ക് ഇയാളുടെ ഭാര്യയെ ഓർമ്മ വന്നത്. പെട്ടെന്ന് അയാളൊന്ന് പേടിച്ചെങ്കിലും പിന്നെ അയാൾക്കൊരല്പം സമാധാനമായി. കാരണം സമയം ഒരുപാടായിരിക്കുന്നു. ഇപ്പോഴത്തേക്കും ഭാര്യ ഉറങ്ങിക്കാണും. മാത്രമല്ല, വീടിന് 2 താക്കോലുണ്ട്. അതിൽ ഒരു താക്കോല് ഇയാളുടെ കയ്യിലാണ്. അതുകൊണ്ട് ഭാര്യ അറിയാതെ ഇയാൾക്കകത്തോട്ട് കയറാം. അങ്ങനെ സമാധാനത്തോടെ ഇയാൾ വീടിനകത്തേക്ക് രഹസ്യമായി കയറി. വീടിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഇന്ന് ഇയാൾ മദ്യപിക്കാൻ പോയത് ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണ്. മദ്യപിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി ഈ കൂട്ടുകാരനുമായി ഒരു വഴക്കുണ്ടായി, തർക്കമുണ്ടായി. ഉന്തും തള്ളും പിടിവലിയും ഒക്കെ ഉണ്ടായി. ഈ ഉന്തിനും തള്ളിനുമിടയിൽ ഇയാൾ താഴെ വീണിരുന്നു. മുഖമൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഈ മുറിവ് കണ്ടു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കണം. മുറിവുള്ളെടുത്ത് പുരട്ടാവുന്ന നല്ലൊരു ഓയിൻമെൻറ്റ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾ ഈ ഓയിൻമെൻറ്റുമായി നേരെ ബാത്റൂമിലോട്ട് പോയി. ബാത്റൂമിൽ കണ്ണാടിയിൽ നോക്കി അയാൾ മുറിവുള്ളിടത്തെല്ലാം ഓയിൻമെൻറ്റ് പുരട്ടി. കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന സന്തോഷത്തിൽ അയാൾ ചെന്ന് കിടന്നു. നല്ലൊരു ഉറക്കമുറങ്ങി. അടുത്ത ദിവസം രാവിലെ അയാൾ എഴുന്നേൽക്കുന്നത് ഭാര്യയുടെ വഴക്ക് കേട്ടുകൊണ്ടാണ്. ഭാര്യ വഴക്ക് പറയുകയാണ്: നിങ്ങൾ നന്നാവില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണല്ലേ? നിങ്ങൾ ഇനിയും മദ്യപാനം നിർത്താറായിട്ടില്ലേ? ഒന്നും അറിയാത്തൊരു കുട്ടിയെ പോലെ അയാൾ എഴുന്നേറ്റു. എന്നിട്ട് അയാൾ പറഞ്ഞു: ഞാൻ ഇന്നലെ മദ്യപിച്ചിട്ടില്ല. ഭാര്യ പറഞ്ഞു: അത് ശരി, നിങ്ങൾ വാ. ഇത് പറഞ്ഞുകൊണ്ട് ഭാര്യ അയാളെ കൈ പിടിച്ച് ബാത്റൂമിലോട്ട് കൊണ്ടുപോയി. ബാത്റൂമിൽ ചെന്ന് അവർ കണ്ണാടി കാണിച്ചു കൊടുത്തു. നോക്കുമ്പോൾ കണ്ണാടി മുഴുവൻ ഓയിൻമെൻ്റാണ്. ഓയിൻമെൻ്റ് വെച്ച് കണ്ണാടിയിൽ പെയിൻ്റ് അടിച്ചതുപോലെയുണ്ട്. അവർ വീണ്ടും വഴക്ക് പറയാൻ തുടങ്ങി: നിങ്ങളെൻ്റെ കണ്ണാടിയും ചീത്തയാക്കി. പറ്റിയതെന്തെന്നോ, കഴിഞ്ഞ രാത്രിയിൽ മുറിവുള്ളിടത്തെല്ലാം മരുന്ന് പുരട്ടിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ അയാൾ പുരട്ടിയത് കണ്ണാടിയിൽ കണ്ട മുഖത്തിനാണ്, സ്വന്തം മുഖത്തല്ല. അത്രയ്ക്കുള്ള ബോധം അയാൾക്കുണ്ടായിരുന്നില്ല. കേൾക്കാൻ രസകരമായ കഥയാണിത്. പക്ഷേ ഈ കഥയിലെ മദ്യപാനി നമ്മളാണ്. നമ്മൾ മദ്യപിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്, പക്ഷെ നമുക്ക് ബോധമില്ല. അതുകൊണ്ടാണ് ഉള്ളിലുള്ള വിഷമങ്ങൾക്ക്, വേദനകൾക്ക്, പ്രയാസങ്ങൾക്ക്, ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പുറത്ത് പരിഹാരം അന്വേഷിക്കുന്നത്, പുറത്ത് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരിക്കലും സോൾവ് ആവാൻ പോകുന്നില്ല. ഇതൊരിക്കലും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം പ്രശ്നം ഉള്ളിലാണ്. എവിടെയാണോ പ്രശ്നം അവിടെയാണ് മരുന്ന് പുരട്ടേണ്ടത്. ഇത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ബോധം വേണം. ബോധമില്ലായ്മയിൽ നിന്നും ബോധത്തിലേക്കുള്ള യാത്ര, അതാണ് ആത്മീയത, സ്പിരിച്വാലിറ്റി. ഈ യാത്ര നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, വിഷമങ്ങൾക്ക്, സങ്കടങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കട്ടെ. ബോധമില്ലാതെയാണ് മിക്ക ആൾക്കാരും ജീവിക്കുന്നത്. സത്യമല്ലേ? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യൂ. ഈ നല്ല അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണോ? എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.